എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നപ്പോൾ തന്നെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ കണ്ണാ, പനി പകരുമെന്ന്. കേട്ടോ നീ? കണ്ണൻ്റെ ചെവിയിൽ പിടിച്ച് മുത്തശ്ശി ചോദിച്ചു. സീതയുടെ ചുണ്ടിലും ചിരിയുണ്ട് അവരുടെ നേരെ നോക്കുമ്പോൾ. അതിനെൻ്റെ പനി മാറിയല്ലോ മുത്തശ്ശി. കണ്ണൻ ആ കൈപ്പിടിയിൽ നിന്നും വിട്ടുമാറിക്കൊണ്ട് പറഞ്ഞു. മാറിയിട്ടൊന്നുമില്ല, ഒന്നയഞ്ഞു, അത്രയുള്ളൂ. തിരിഞ്ഞു നിന്ന് പോവാനുള്ള ബാഗ് എടുക്കുന്നതിനിടെ സീത കടുപ്പത്തിൽ പറഞ്ഞു. കണ്ണനും മുത്തശ്ശിയും പരസ്പരം നോക്കി ചിരി അമർത്തി. ഓ, അല്ലേലും ഈ പനി അങ്ങനെ പെട്ടെന്ന് പോണമെന്ന് എനിക്കൊരു നിർബന്ധവുമില്ല. കേട്ടോ മുത്തശ്ശി? വീണ്ടും കണ്ണന് കുറുമ്പ് തന്നെ. സീത അവനെ നോക്കിയൊന്ന് കണ്ണുരുട്ടി കാണിച്ചു. അതെന്താ മോനെ അങ്ങനെ? എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത പോലുള്ള മുത്തശ്ശിയുടെ ചോദ്യം കൂടിയായപ്പോൾ പിന്നെയൊന്നും പറയാനില്ലാത്തതുപോലെ സീത തിരിഞ്ഞു നിന്നു. അതങ്ങനെയാണ് മുത്തശ്ശി. നമ്മൾ ആസ്വദിക്കുന്ന ഒന്ന് പെട്ടെന്ന് തീർന്നു പോകുന്നത് സങ്കടമല്ലേ? ആണോ? മുത്തശ്ശിയും കൊച്ചുമോനും ഒടുക്കത്തെ അഭിനയമാണല്ലോ. കാണിച്ചു തരാൻ ഞാൻ രണ്ടിനെയും. ഒറ്റയ്ക്ക് എൻ്റെ മുന്നിൽ കിട്ടട്ടെ. സീത ബാഗിൻ്റെ വള്ളിയിൽ വിരലിട്ട് ചുഴറ്റി പിറുപിറുത്തു. അതെ, ഞാനിപ്പോൾ ഈ പനി ആസ്വദിക്കാന്ന്. ഒന്ന് പനിച്ചു കിടന്നത് കൊണ്ട് ചില കള്ളികളെ നേരിൽ കാണാനായി. വീണ്ടും കണ്ണൻ്റെ കുസൃതി നിറഞ്ഞ വാക്കുകൾ. തിരിഞ്ഞു നോക്കല്ലേ എന്ന് എത്രയൊക്കെ മനസ്സ് പിടിച്ചു വെച്ചിട്ടും സീതയുടെ കണ്ണുകൾ അവന് നേരെ പാഞ്ഞു. അതറിഞ്ഞുകൊണ്ട് തന്നെ കണ്ണൻ അവളെ നോക്കിയതേയില്ല. ആരാണപ്പാ അങ്ങനെയൊരു കള്ളി? മുത്തശ്ശി വീണ്ടും ആകാംക്ഷയോടെ കണ്ണനെ നോക്കിയിരുന്നു. അതങ്ങനെ പേര് പറയാനൊന്നും പറ്റില്ല. പഠിച്ച കള്ളിയാണ് മുത്തശ്ശി. പക്ഷേ എനിക്ക് മുന്നിൽ അതൊന്നും മേൽക്കൂലാന്ന് ആ പാവം കള്ളിക്ക് അറിയില്ലല്ലോ. കണ്ണനും അതേ ഭാവത്തിലാണ്. വീണ്ടും അവരെന്തെങ്കിലും പറയും മുന്നേ ആദ്യം അങ്ങോട്ട് വന്നു. സീതയ്ക്ക് ആശ്വാസം തോന്നി. പോയാലോ? വന്നയുടൻ ആദി സീതയെ നോക്കി ചോദിച്ചു. അവൾ തലയാട്ടിക്കൊണ്ട് ബാഗെടുത്ത് തോളിൽ തൂക്കി. പനി കുറഞ്ഞോ മുത്തശ്ശി? അവൻ മുത്തശ്ശിയുടെ നെറ്റിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു. അതെല്ലാം പോയടാ മോനെ. മുത്തശ്ശി അവൻ്റെ കവിളിൽ തലോടി. ഈ സാധനം കൊണ്ടുകൊടുത്തിട്ട് വരാം. അവൻ ചിരിച്ചുകൊണ്ട് സീതയെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു. സീത അവനെ കൂർപ്പിച്ചു നോക്കി. ആദ്യമൊന്ന് എളിച്ചു കാണിച്ചു. കണ്ണൻ്റെ കണ്ണുകൾ സീതയിൽ തന്നെയാണ്. ഇനി മതിയടാ, ബാക്കി നാളെ അവൾ വന്നിട്ട് നോക്കാം. ആദി കണ്ണന് മാത്രം കേൾക്കാവുന്ന സ്വരത്തിൽ പറഞ്ഞു. അവനൊന്നും മിണ്ടാതെ ചിരിച്ചുകൊണ്ട് കണ്ണടച്ച് കാണിച്ചു. പോട്ടെ, മരുന്ന് കഴിക്കാൻ മറക്കരുത് കേട്ടോ. സീത വന്നിട്ട് മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. പോയിട്ട് വാ മോളെ. മുത്തശ്ശി അവളെയും ഇറുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആദി പുറത്തേക്കിറങ്ങി. അവന് പിറകെ കണ്ണനും. സീത നടന്നൊപ്പം എത്തുന്നതുവരെയും കണ്ണൻ പതിയെയാണ് നടന്നത്. എനിക്കും പനിയാണ് സീതാലക്ഷ്മി, അവൻ അവളോടൊപ്പം നടക്കുന്നതിനിടെ പറഞ്ഞു. അതിന്? നടത്തത്തിനിടെ തന്നെ സീതയുടെ ചോദ്യം അവന് നേരെ കോർത്തു. ഞാനും മരുന്ന് കഴിക്കണ്ടേ? വേണേ കഴിച്ചോ. സീത തീർത്തും പുച്ഛത്തോടെയാണ് പറഞ്ഞത്. കഴിക്കാം, പക്ഷേ മുത്തശ്ശിയോട് പറഞ്ഞതുപോലെ നീ എന്നോടും പറഞ്ഞ ഞാനും കഴിക്കും. കണ്ണൻ കള്ളച്ചിരിയോടെ അവളെ നോക്കി. അയ്യോ, കിണ്ണൻ മരുന്ന് കഴിക്കണമെന്ന് എനിക്കൊരു നിർബന്ധവുമില്ല. ഇയാൾക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതി. മരുന്ന് കഴിക്കാതെ നാളെയും നന്നായി ആക്ട് ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ റിയലി സോറി, എനിക്ക് വേറെ പണിയുണ്ട്. ഞാൻ ആ പരിസരത്ത് വരില്ല. അവിടെ കിടക്കേണ്ടി വരും, അത് മറക്കണ്ട. അവന് നേരെ തിരിഞ്ഞു നിന്നിട്ട് സീത പറഞ്ഞു. കണ്ണൻ ചിരിച്ചുകൊണ്ട് അവിടെ കുറുമ്പുകളെ ആസ്വദിക്കുകയാണ്. പോട്ടെ. അവൾ വീണ്ടും നടന്നു. ഞാൻ സത്യമായിട്ടും കഴിക്കില്ലാട്ടോ. കണ്ണൻ വീണ്ടും അവൾക്കൊപ്പം എത്തി പറഞ്ഞു. വേണ്ടാന്നേ. അവളും തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു. പിന്നെ അവൻ എന്തെങ്കിലും പറയും മുന്നേ സീത നടത്തം കുറെ കൂടി വേഗത്തിലാക്കി. ഉമ്മറത്ത് ആരുമില്ലെന്ന് കണ്ടതും അവളിൽ ഒരു ആശ്വാസം നിറഞ്ഞു. അവിടെയുള്ളത് ആരായാലും തന്നെ കണ്ടാൽ ഒന്ന് ചൊറിയും. അവരെയൊന്ന് തിരിച്ച് മാന്തി പൊളിക്കാതെ വിട്ടാൽ തനിക്കിന്ന് ഉറങ്ങാനുമാവില്ല. അതൊഴിഞ്ഞു കിട്ടിയല്ലോ. അവളൊന്ന് ശ്വാസം വിട്ടു. വണ്ടി എടുത്തു ആദി. ഇനി ഈ നേരത്ത് ആ വരമ്പിലൂടെ പോവണ്ട. അവൾക്ക് പിറകെ വന്നിരുന്ന കണ്ണൻ വിളിച്ചു പറഞ്ഞു. ആദി തലയാട്ടി ബൈക്കെടുക്കാൻ പോർച്ചിലേക്ക് പോയി. നാളെ നേരത്തെ വരണേ. കണ്ണൻ വീണ്ടും സീതയുടെ തൊട്ടരികിൽ വന്ന് നിന്നിട്ട് പറഞ്ഞു. ഇന്നും വരുന്ന നേരത്ത് വരും. യാതൊരു അയവുമില്ലാതെ സീതയുടെ ഉത്തരം കേട്ടിട്ട് അവന് ചിരി വന്നു. നീ ഒട്ടും റൊമാൻറ്റിക് അല്ലല്ലോ എൻ്റെ സീതാലക്ഷ്മി. അതൊക്കെ ഞാൻ ആവേണ്ടവരോടായിക്കോളാം. കിണ്ണൻ അതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. അതിനെന്തിനാ ഇത്രയും ദേഷ്യം? അവളുടെ ചുവന്നു തുടങ്ങിയ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി കണ്ണൻ വീണ്ടും ചോദിച്ചു. സീത അതിന് ഉത്തരമൊന്നും പറയാതെ സ്റ്റെപ്പിറങ്ങി മുറ്റത്തേക്കിറങ്ങി നിന്നു. ആദി ബൈക്ക് കൊണ്ട് വന്നിട്ട് അവൾക്ക് മുന്നിൽ നിർത്തി.
സൂക്ഷിച്ചു പോണേടാ, സീത കയറും മുന്നേ കണ്ണൻ വിളിച്ചു പറഞ്ഞു. ഓ, ആദിയുടെ മുഖത്തെ കള്ളച്ചിരി സീത ശരിക്കും കണ്ടിരുന്നു. സൂക്ഷിച്ച് കയറി ഏട്ടത്തിയമ്മേ. അതേ ചിരിയോടെ അവൻ സീതയെ നോക്കി പറഞ്ഞു. കണ്ണനും അവൻ്റെ പറച്ചിൽ കേട്ടിട്ട് ചിരിച്ചുപോയി. ഓ, ഇവനെ മടുത്തിട്ട് ഇവളിപ്പോ നിന്റെ കൂടെ കൂടിയോടാ. പിന്നിൽ നിന്നും സാവിത്രിയുടെ കൂർത്ത സ്വരം. 3 പേരും ഒരുപോലെ തിരിഞ്ഞു നോക്കി. നിനക്ക് ഇത് തന്നെയാണോടി പണി? അതെങ്ങനെ, പഠിച്ചു വെച്ചതല്ലേ പാടൂ. പക്ഷേ എൻ്റെ മോൻ്റെ തലയിൽ തൂങ്ങാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ നീയത് 8ആയി മടക്കിക്കോ, അതാണ് നല്ലത്. സാവിത്രി വീണ്ടും ഉറഞ്ഞു തുള്ളുവാണ്. സീത, ഇന്നിറങ്ങാൻ ഇത്തിരി വൈകി അമ്മേ. ഈ നേരത്തെ എങ്ങനെയാ ഒറ്റയ്ക്ക് വിടുന്നത്? ഞാൻ കൊണ്ടുവിട്ടിട്ട് വരാം. നന്നായി ദേഷ്യം വരുന്നുണ്ടെങ്കിലും പരമാവധി മയത്തിലാണ് ആദി സാവിത്രിയോട് പറഞ്ഞത്. ബൈക്കിൽ കയറാൻ വേണ്ടി നിന്ന സീത പിന്നോട്ട് നീങ്ങി. അമ്മ പറഞ്ഞത് കാര്യമാക്കണ്ട, കയറ്, ഞാൻ കൊണ്ടുവിടാം. ആദി അവളെ നോക്കി പറഞ്ഞു. അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി പിന്നോട്ട് നീങ്ങി നിന്നു. കണ്ണൻ്റെ വലിഞ്ഞു മുറുകിയ മുഖത്തേക്ക് ആദി നിസ്സഹായതയോടെ നോക്കി. അമ്മയൊന്നും മിണ്ടാതെ നിൽക്കോ? ഈ നേരത്തെ എങ്ങനെയാ ഇവളെ ഒറ്റയ്ക്ക് വിടുന്നത്? എനിക്കും ഒരു പെങ്ങളുള്ളതല്ലേ അമ്മേ? ആദിയുടെ സ്വരം ഉയർന്നു. മിണ്ടാതെ കയറിപ്പോടെ അകത്ത്. അവൻ അവളുടെ വക്കാലത്ത് കൊണ്ട് വന്നിരിക്കുന്നു. ഇനിയും ആരൊക്കെയാണാവോ ഇവളുടെ വലയിൽ വീഴാനുള്ളത്? നാശം പിടിച്ചവള്. സാവിത്രി സീതയെ നോക്കി പകയോടെ മുരണ്ടു. അതിനുത്തരം പറയാൻ ആദ്യം ഒരുങ്ങും മുൻപ് സീത അവൻ്റെ കയ്യിൽ പിടിച്ചു. പ്ലീസ്, അവന് മാത്രം കേൾക്കാവുന്ന സ്വരത്തിൽ അവൾ അപേക്ഷിച്ചു. ആദി പിന്നെ എന്ത് വേണമെന്നറിയാതെ കണ്ണനെ നോക്കി. സാവിത്രിയുടെ നേരെ കണ്ണൻ്റെ ദേഷ്യം നുരിയുന്ന നോട്ടം പാറി വീണു. അവൾക്ക് വേണ്ടി വീണ്ടും അവരോട് സീൻ ക്രിയേറ്റ് ചെയ്യാൻ അവൻ ഒരുക്കമായിരുന്നില്ല. കാരണം സീതാലക്ഷ്മിക്ക് സങ്കടമാകുമെന്നറിയാം. നോക്കി നിൽക്കാതെ ഇങ്ങോട്ട് കയറിപ്പോടാ. സാവിത്രി വീണ്ടും അലറി. പൊയ്ക്കോ, ആദിയെ നോക്കി സീത പതിയെ പറഞ്ഞു. വിഷമിക്കേണ്ട ആദി, എനിക്കൊരു ടെൻഷനുമില്ല. അമ്മയെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കാതെ നീ ചെല്ല്, ഞാൻ പൊയ്ക്കോളാം. സീത ശാന്തമായി പറഞ്ഞു. ആദിയുടെ മുഖം കുനിഞ്ഞു. കണ്ണനെ നോക്കി വിളറിയ ഒരു ചിരി അവന് നേരെ നീട്ടി. അവൾ തിരിഞ്ഞു നടന്നു. അവൻ കണ്ണുകൾ ഇറുക്കി അടച്ച് കൈകൾ ചുരുട്ടിപ്പിടിച്ചു. ആദി സാവിത്രിയെ ദേഷ്യത്തോടെ നോക്കി ബൈക്കിൽ നിന്നിറങ്ങി. സീതാലക്ഷ്മി, ഒന്ന് അവിടെ നിന്നേ. കണ്ണൻ്റെ മുഴക്കമുള്ള സ്വരം. അറിയാതെ തന്നെ സീത നിന്നുപോയി. സാവിത്രിയെ പുച്ഛത്തോടെ നോക്കി കണ്ണൻ ആദിയുടെ മുന്നിലേക്ക് കൈനീട്ടി. ആദി ബൈക്കിൻ്റെ കീ അവൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. ആദിയും സാവിത്രിയെ പുച്ഛത്തോടെ ഒന്ന് നോക്കി. ഓടിയിറങ്ങിപ്പോയി കണ്ണൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. സീതയുടെ അരികിലേക്ക് പോയി നിന്നു. കയറ്. പതിവ് പോലെ കുസൃതിയോ കുറുമ്പോ ഇല്ലാത്ത കടുപ്പമേറിയ വാക്ക്. ഞാൻ പൊയ്ക്കോളാം, ഇയാൾക്ക് വയ്യാത്തതല്ലേ? സീതയുടെ ശബ്ദം വളരെ നേർത്തു പോയിരുന്നു അത് പറയുമ്പോൾ. നിന്നോട് ഞാൻ കയറാനല്ലേ പറഞ്ഞത്? ദേഷ്യത്തോടെയാണ് കണ്ണൻ്റെ വാക്കുകൾ. കാറ്റ് തട്ടിയ പനി കൂടും കണ്ണേട്ടാ. ആരും ശ്രദ്ധിക്കാനുണ്ടാവില്ല, ഒറ്റക്കായി പോകും. ആ ദേഷ്യമറിഞ്ഞുകൊണ്ടാണ് അവളുടെ വാക്കുകൾക്ക് സങ്കടത്തിൻ്റെ കനം വന്നത്. കണ്ണൻ ഒരു നിമിഷം അവളെ തന്നെ നോക്കി. അവനുള്ളിലും ആ വേദന നിറഞ്ഞ മുഖം കൊളുത്തി വലിച്ചു. ഒന്നും ഉണ്ടാവില്ലടോ, നീ കയറ്. ഈ നേരത്തെ നിന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഞാൻ എങ്ങനെയാടോ? പ്ലീസ് കയറ്. വീണ്ടും അവളോട് ദേഷ്യം കാണിക്കാൻ അവനും വയ്യായിരുന്നു. കയറിയിരിക്കേണ്ട സീതാലക്ഷ്മി, ഇപ്പോൾ തന്നെ ഒരുപാട് വൈകി. പിന്നെയും മടിച്ചു നിൽക്കുന്ന സീതയോട് കണ്ണൻ വീണ്ടും പറഞ്ഞു. പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ സീത അവന് പിറകിൽ കയറിയിരുന്നു. അവൾ കയറിയിരുന്നതിന് ശേഷം കണ്ണൻ സാവിത്രിയുടെ നേരെ നോക്കി മനോഹരമായി ചിരിച്ചു കാണിച്ചു. ആദ്യം രണ്ടാളും ഒന്നും മിണ്ടിയില്ല. ആദ്യമായി ഒന്നിച്ച് യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു വല്ലാത്തൊരു തൃപ്തി രണ്ടാൾക്കുമുള്ളിലുമുണ്ട്. അവനിലേക്ക് ചേരാത്തെ അകലം സൂക്ഷിക്കാൻ ബലം പിടിച്ചാണ് സീതയുടെ ഇരിപ്പ്. അത് മനസ്സിലാക്കിയതുപോലെ കണ്ണൻ പതിയെയാണ് വണ്ടി ഓടിക്കുന്നത്. മനസ്സുകൾ തമ്മിൽ വാചാലമായതുപോലെ, ഹൃദയം വിറച്ചു പോകുന്ന കുളിര്. 10 മിനിറ്റ് കൊണ്ട് സീതയുടെ വീടിൻ്റെ മുന്നിലെത്തി. പിന്നിൽ നിന്നും അവളാണ് വഴി പറഞ്ഞു കൊടുത്തത്. അതാണ് വീട്. മങ്ങിയ വെളിച്ചത്തിൽ കാണുന്ന വീടിന് നേരെ സീത വിരൽ ചൂണ്ടി. അവരെല്ലാം കിടന്ന് കാണുമോ? വെളിച്ചമൊന്നും കാണുന്നില്ലല്ലോ, കണ്ണൻ ആശങ്കയോടെ പറഞ്ഞു. സീതയും അത് ശ്രദ്ധിച്ചു. പക്ഷേ അവളുടെ വീട്ടിൽ മാത്രമേ വെളിച്ചമില്ലാതെയുള്ളൂ. ഇറങ്ങുന്നു. മനസ്സിൽ അവൻ ഇറങ്ങരുതേ എന്ന് പ്രാർത്ഥന നിറച്ചുകൊണ്ടാണ് സീത ആ ചോദ്യം കണ്ണന് നേരെ നീട്ടിയത്. എന്ത് തരും? ബൈക്ക് ഓഫ് ചെയ്ത് കാലുകൾ രണ്ടും നിലത്ത് കുത്തി കൈകൾ നെഞ്ചിൽ ചേർത്ത് കെട്ടി കണ്ണനപ്പോൾ വീണ്ടും കുസൃതിക്കാരനായി. ചായ, വെള്ളം. സീത അവന് നേരെ നോക്കി. എനിക്കതൊന്നുമല്ല വേണ്ടത്. കണ്ണന് കള്ളച്ചിരിയാണ്. പിന്നെ പിന്നെ ചുറ്റും നോക്കി ഒറ്റ വലിക്ക് കണ്ണൻ അവളെ ചേർത്ത് നിർത്തി. സീത ഞെട്ടിപ്പോയി.
എനിക്കെൻ്റെ പെണ്ണിനെ വേണം, അവളുടെ സ്നേഹം വേണം, തരുമോ? അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി. നിലാവിൻ്റെ ഇത്തിരി വെട്ടത്തിലും പ്രണയം തിളങ്ങുന്ന അവൻ്റെ കണ്ണുകൾ അത്രയും തൊട്ടരികെ സീത വെപ്രാളത്തോടെ അവനെ നോക്കി. എനിക്കറിയാം നിനക്ക് ഒരുപാട് സങ്കടമായി എന്ന്. കണ്ണൻ്റെ വാക്കിലും ഉണ്ടായിരുന്നു ഒരു സങ്കടത്തിൻ്റെ നനവ്. സാരമില്ല, അവരോടൊന്നും എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. മനസ്സിന് കുഷ്ഠം ബാധിച്ചവരാണ്, വിട്ടേക്ക്. ഞാനില്ലേടി നിൻ്റെ കൂടെ. ആരെന്ത് പറഞ്ഞാലും എൻ്റെ മനസ്സിൽ നീ ഉണ്ടാകും. അവരുടെ വാക്കുകൾക്ക് ഞാൻ മാപ്പ് പറയട്ടെ നിന്നോട്. സീതയ്ക്ക് അവൻ്റെ വാക്കുകൾ കേൾക്കെ കരച്ചിൽ വരുന്നുണ്ട്. അവൾ വേണ്ടെന്ന് തലയാട്ടി. അവൾ അനുഭവിച്ച സങ്കടങ്ങൾക്ക് മേലെയാണ് അവൻ്റെ തലോടൽ. സീത തല താഴ്ത്തി. ബോധമില്ലാത്തവർ വല്ലതും പറയുന്നത് കേട്ടാ തളർന്നു പോകുന്നവളാണോ എൻ്റെ സീതാലക്ഷ്മി? അവൾ സ്ട്രോങ് അല്ലേ? കണ്ണൻ അവളുടെ മുഖം വിരൽ കൊണ്ടുയർത്തി. എന്നിട്ടും സീതയെ അവനെ നോക്കിയില്ല. പൊയ്ക്കോ, നീ പോയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. കണ്ണൻ അവളിലുള്ള പിടി അയച്ചു. സീത പിടഞ്ഞു മാറി. കണ്ണൻ ചിരിച്ചുകൊണ്ട് കണ്ണടച്ച് കാണിച്ചു. മരുന്ന് കഴിക്കണേ. തിരിഞ്ഞു നടക്കും മുന്നേ സീത വിളിച്ചു പറഞ്ഞു. അവൻ കൈവിരൽ ഉയർത്തി കാണിച്ചു. അതെ. വീണ്ടും സീത നടത്തം നിർത്തി തിരിഞ്ഞു നിന്നു. കണ്ണൻ അവളെ നോക്കി. എനിക്കിഷ്ടം ഹരിയേട്ടനാണ് കേട്ടോ. ഇപ്രാവശ്യം കള്ളത്തരം സീതയിലാണ്. കയറിപ്പോടി, അവളുടെ ഒരു കരി. കണ്ണൻ നാവ് കടിച്ചുകൊണ്ട് അവളെ നോക്കി കണ്ണുരുട്ടി. തിരിഞ്ഞു നോക്കുമ്പോൾ അതുവരെയും അവളെ ചുഴിഞ്ഞു നിന്നിട്ട് വേദനിപ്പിച്ചതൊക്കെയും വിട്ടുപോയിരുന്നു. പകരം ഹൃദ്യമായൊരു ചിരി സീതയുടെ ചുണ്ടിൽ ഇടം പിടിച്ചു.